ഇന്നലെ ഇട്ട ക്ലീനിങ് വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഇത്. അപ്പോൾ രാവിലെ എണീറ്റ് കതവെല്ലാം ചിലന്തി വലയൊക്കെ അടിച്ചിട്ട് പെരക്കി വന്ന് ഓടിച്ചിട്ട് തൂത്തുവാരി. കാരണം കതവിൻ്റെയും ജനലിൻ്റെയൊക്കെ ചിലന്തി വലയും ചെറിയ പൊടികളും ഫാനിൽ നിന്നൊക്കെ വീണതൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണുള്ളത് കൊണ്ട് നേരെ അതൊക്കെ ഒന്ന് തൂത്തുവാരി ഒന്ന് വൃത്തിയാക്കിയിട്ട് നേരെ പോയത്. കുറച്ചേറെ പണിയും ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിലെ പാട്ടയും കാര്യങ്ങളൊക്കെ അമ്മ കുറച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ജോലിക്ക് പോയതുകൊണ്ട് ബാക്കിയൊക്കെ ഞാൻ കഴുകി വെച്ചു. കഴുകാൻ നിന്നില്ല, മണ്ടയൊക്കെ തുടച്ചതേ ഉള്ളൂ. അപ്പോൾ വലിയ അഴുക്ക് കാര്യങ്ങളും അതിലില്ലായിരുന്നു. അങ്ങനെ കബോർഡൊക്കെ ഒന്ന് തുടച്ചു. ആ പാട്ട വെക്കുന്നിടം എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കബോർഡും തുടച്ചിട്ട് ആ പാട്ടയ്ക്കകത്ത് കുറച്ച് സാധനമൊക്കെ ഇട്ട് നേരെ അങ്ങോട്ടങ്ങ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ പോയത് ഫ്രിഡ്ജ് വൃത്തിയാക്കാനാണ്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ട് അതിനകത്തിരുന്ന സാധനങ്ങളൊക്കെ പെറുക്കി വെളിയിലിട്ടിട്ട് കുറേയൊക്കെ കഴുകി വെയിലത്തൊക്കെ കൊണ്ടുവച്ചു. അങ്ങനെ അതെല്ലാം ഉണക്കിയതെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് നേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് നേരെ ഗ്യാസ് കഴുകാൻ പോയപ്പോൾ ഗ്യാസിൽ കുറച്ച് അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇട്ട് ഉരച്ച് കഴിഞ്ഞാണ് അത് വൃത്തിയായത്. അപ്പോൾ അടുക്കളയ്ക്കകത്തെല്ലാം വാരി വലിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ സൈഡിൽ ഇരുന്ന ഒരു സ്റ്റാൻഡ് എടുത്ത് നമ്മൾ ജനലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അമ്മ പറഞ്ഞ് കഴിച്ചിട്ട് ബാക്കിയെന്ന്. അപ്പോൾ പിന്നെ സ്ലാവിൻ്റെ മണ്ടയ്ക്കിരുന്ന പാത്രമൊക്കെ എടുത്ത് താഴെ വെച്ചിട്ട് എല്ലാം ഒന്ന് കഴുകി. അങ്ങനെ അതെല്ലാം കഴുകിയിട്ട് നേരെ പെരമണ്ടയ്ക്ക് കൊണ്ടുവച്ചു. അപ്പോൾ 2-3 തവണയായിട്ട് കയറണം. താഴെ വെയിൽ കുറവായിരുന്നു. പെരമണ്ടയ്ക്ക് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പം നേരത്തെ ഇത് കഴിഞ്ഞ ഓണത്തിന് നമ്മളെടുത്ത് കഴുകിയിട്ട് വെച്ചാണ്, പിന്നെ ഇപ്പോഴാണ് എടുക്കുന്നത്. അങ്ങനെ ഈ ഓണം വരുമ്പോഴെല്ലാം ഉള്ളൂ ഇങ്ങനെ എടുക്കും കഴുകും പിന്നെയും വെക്കും, പിന്നെയും ഓണത്തിനെടുക്കും കഴുകും, അങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഇതെല്ലാം കഴുകി വെയിലത്ത് കൊണ്ട് വെച്ചു. അങ്ങനെ ഇതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ കബോർഡ് മഞ്ഞയും വെള്ളയും. അപ്പം വെള്ളയ്ക്കകത്ത് നന്നായിട്ട് അഴുക്ക് പറ്റിയാൽ നല്ല പോലെ അറിയാൻ പറ്റും. അപ്പം വെള്ളയിലൊക്കെ കുറച്ചേറെ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ പഞ്ഞി പോലത്തെ സോഫ്റ്റ് ഇത് വെച്ച് ഉരച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി നമ്മുടെ അടുക്കള ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചേട്ടനും ചേട്ടത്തിയും എല്ലാവരും വന്നായിരുന്നു. ബജ്ജിയൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടെ ചായയൊക്കെ അനത്തി ബജ്ജിയൊക്കെ കുടിച്ചിട്ടു. ഞാൻ കുളിച്ചിട്ടൊക്കെ അവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞ് പെരമണ്ടയ്ക്ക് വെച്ച പാത്രം എല്ലാം എടുത്ത് താഴെ കൊണ്ടുവന്നു. പെരമണ്ടയ്ക്ക് വന്നപ്പം നമ്മൾ ഓൺലൈനിൽ നിന്ന് പച്ചമുളകിൻ്റെയും കാന്താരിയുടെയൊക്കെ വിത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് നട്ടതെല്ലാം മുളച്ച് പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയും അതെല്ലാം കാണാനായിട്ട് പെരമണ്ടക്കോട്ട് കയറി വന്നു. അപ്പോൾ പാത്രം എല്ലാം എടുത്ത് താഴെ കൊണ്ടുവന്നിട്ട് ഞാൻ സ്ലാവേ കയറി നിന്നു. ചേട്ടത്തിയാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അമ്മ പാത്രം എല്ലാം എടുത്ത് തന്നു. അങ്ങനെ നമ്മുടെ പാത്രം എല്ലാം ഒരുവിധം സെറ്റാക്കി അടുക്കള എല്ലാം വൃത്തിയാക്കി വെച്ചു. പിന്നെ അമ്മ മുളകും മല്ലിയും എല്ലാം പാട്ടയ്ക്കകത്തിട്ട് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.